നമ്മൾ പണ്ട് കുറ്റിപ്പുറത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് സ്ഥിരമായിട്ട് കഴിച്ചിരുന്നു ഉച്ചക്ക് ഊണ് സദ്യ. ഓർമ്മ പുതുക്കില്ല, ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും ഉണ്ടോ നോക്കാനായിട്ട് അതിന് വേണ്ടി വന്നാലേ. ദോശ ഒന്നും കഴിച്ചിട്ടില്ല, അന്ന് നമ്മൾ ഊണ കഴിച്ചിട്ടുണ്ടാവും. സമയം ഏകദേശം ഒരു 12 മണി. അപ്പോൾ ചോറ് കഴിക്കാനുള്ള സമയമായിട്ടില്ല. അപ്പോൾ നമ്മളൊരു ദോശ എടുത്തു. അന്ന് നമ്മൾ ഊണ് കഴിച്ചിരുന്നത് 2011 സമയത്താണ്. അന്ന് 25 രൂപയും കിട്ടാം. ഇന്ന് എത്രയാണോ റേറ്റ് അറിയില്ലല്ലേ. അന്ന് 5 ഐറ്റം കൂട്ടുകറികളൊക്കെ ഉണ്ടാവും. ഇന്ന് 5 ഐറ്റം ഉണ്ടല്ലോ. അന്ന് ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് രാവിലെ പുളിഞ്ചി, പിന്നെ വല്ല പയറോ വേറെ എന്തൊക്കെ ആവി പറക്കണ ചോറ്, പൊടി ഉണ്ടാക്കി കൊടുക്കണം. കറി വെച്ച് ഇന്ന് അവിയിലില്ല. ഭയങ്കര ചൂട്. ഇന്നിപ്പോൾ ഊണ് വിളമ്പണ സമയമാണ്. നമ്മളാണ് ആദ്യ ട്രിപ്പിലെത്തിയിട്ടുള്ളത്. 12 മണിക്ക് തന്നെ വന്ന് ചോറ് കഴിച്ചാൽ അങ്ങനെ തന്നെ. പായസം കുടിച്ചോണ്ട് പായസം കുടിച്ചോണ്ട്. ഈ സാമ്പാറും ചിക്കൻ കറിയും പോലെ, ചിക്കൻ കറി ഒരുപാട് ടേസ്റ്റ് ഉണ്ട്. അതേപോലെ സാമ്പാർ പല സ്ഥലങ്ങളും പല ടേസ്റ്റ് ഉണ്ട്. 2010 അന്നത്തെ ടേസ്റ്റ് തന്നെയാണ്. ടേസ്റ്റ് അതന്നെ. അങ്ങനത്തെ സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമ്മളെ പഴയ ഓർമ്മകളും കൂടി വരും. ഇപ്പോഴും ഒരു ഫീലാണ്. ഇതെന്താ ചോറ് ചായ ചോറേ ആ ഒരു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. കഴിച്ചു നോക്കിയപ്പോൾ ഫുള്ള് കഴിക്കാൻ തോന്നി. ഫുള്ളാക്കിയല്ല ചോറും ചായയില്ലേ. ചോറും ചായ. നമ്മൾ ദോശ ഇന്നലെ കഴിഞ്ഞിട്ടോ മറ്റുള്ള ചോറ് കഴിക്കൽ ചെയ്യാനാവുന്നുള്ളൂ. ഇതുമെല്ലാം നമുക്ക് എടുക്കാം. ഈ സാമ്പാറിൻ്റെ പായസം, ഈ സാമ്പാറല്ലാതെ മോരുകറിയും കിട്ടും. പക്ഷെ നമുക്ക് ഈ ചോറ് കൂടിപ്പോയി. അല്ലെങ്കിൽ ഇത്തിരി മോരുകറി കൂട്ടി കഴിക്കാം. കുഴപ്പമില്ല കേട്ടോ, അടിപൊളി. എന്നാൽ ബാക്കി ചോദിച്ചോ. എല്ലാം കഴിഞ്ഞിട്ടോ ഇത്തിരി ചമ്മന്തിയുണ്ട്. നമ്മൾ ഇതെടുത്ത് കൂട്ടി കുഴക്കാൻ വിട്ടുപോയി. നല്ല കട്ട തൈരുണ്ട്. നല്ല പുളി കിട്ടും. സംഗതി അടിപൊളി അടിപൊളി. പായസം കുറച്ച് പായസം എന്താ പായസം ചെയ്യാൻ തീർക്കില്ലേ. പായസമൊക്കെ ആസ്വദിച്ചല്ല, നോർമലാണ്. ഇവിടുത്തെ ഈ സാമ്പാറിന് എന്തോ ഒരു പ്രത്യേകത. കിച്ചണിൽ അന്നത്തെ പണ്ടാരി തന്നെയാണോ വന്നത്? ഒന്നുമില്ലേ, സാമ്പാർ മാത്രം ഉണ്ടെങ്കിൽ ഒരു പിടി ചോറുന്ന. എത്ര ഊണ്? 75. നമ്മളെ 10 വർഷം മുന്നേ ഓർമ്മ പുതുക്കാനും വേണ്ടി ഇറങ്ങിയതാ. 10 വർഷം മുന്നേ 2011-12 സമയത്ത് അല്ല, ഇവിടെ വർക്ക് ചെയ്തിരുന്നു. ഏകദേശം എപ്പോഴാണ് കഴിക്കുന്നത്. ഇതിലൂടെ ഞാൻ പാസ് ചെയ്തപ്പോഴേ അന്ന് 25 രൂപയിൽ വേണം. 25 നല്ല വിശന്നിട്ട് വരണം ഇവിടുന്ന് കഴിക്കണേ. കിട്ടാം എത്ര വേണമെങ്കിൽ കഴിക്കാം. നമ്മളിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ കയറിയല്ലേ. അത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. കിച്ചണിൽ ഇങ്ങനെ പഴയ ആൾ തന്നെയാണ്, പഴയ ആൾക്കാരനെ. സാമ്പാറിന് അന്നത്തെ ടേസ്റ്റ് തന്നെ. അന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ ഇതാ വലിയ വലിയ മരങ്ങൾ കണ്ടില്ലേ. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു അരമണിക്കൂർ ഇവിടെ ഇങ്ങനെ ചിലവഴിക്കും. നല്ല രസമാണ് കാറ്റും കൊണ്ടിട്ട്. ഇത് റെസ്റ്റോറൻറ്റ് നിൽക്കുന്ന ഇവിടെ അറിയാം. ഇത് പറയേണ്ട ആവശ്യമില്ല, ഒട്ടുമിക്ക ആൾക്കാരും അറിയണേ. ശ്രീ ഗണപതി ഭവൻ, ഭാരതപ്പുഴയുടെ അടുത്ത്. നമ്മളെ മിനി പമ്പൻ്റെ കുറ്റിപ്പുറം മിനി പമ്പൻ്റെ അടുത്തായിട്ട് തൃശ്ശൂർ റൂട്ടിൽ വേറെ സംഗതി ഐസാപ്പിൾ. ഇത് നമ്മൾ പറയല് നോക്കുന്നല്ലേ. ഐസാപ്പിൾ. ഐസാപ്പിളാ? ഐസാപ്പിൾ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇത് വേറെ പേരെന്താന്ന് എനിക്കറിയില്ല. എത്ര? 10 10 100 വേണ്ട, 2 രണ്ടെണ്ണത്തിന് 20 രൂപ. ഒന്നിന് 10 രൂപ അല്ലേ? ഒരു തേങ്ങക്ക 20. അങ്ങനെ ഒരു പീസില്ലേ? തൊലി കളയണ്ട. ഐസാപ്പിൾ എങ്ങനെയുണ്ട്? നല്ലൊരു റിഫ്രഷ്മെന്റ് ആണ്. കുറച്ചൊക്കെ മാറി നാളെ
തൊലി കളയരുത്. ഈ തൊലിക്കൊരു ചെറിയൊരു കൈപ്പരസം ഉണ്ടാവും. ആ, ഇതിനോട് ചേരുമ്പോൾ നല്ല രസമാണ്. പക്ഷെ അത് തൊലി കളഞ്ഞിട്ടല്ലേ കഴിക്കുക. നമ്മൾ ചെറുപ്പത്തിൽ കരിക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കാർന്ന് തിന്നും. കറണ്ട് തിന്നില്ല, കാർന്നിട്ട് അങ്ങനത്തെ ഒരു ടേസ്റ്റായി തൊലിക്കും. ഇതിൻ്റെ കൂടെ വരുമ്പോൾ നല്ല രസം. കോഴിക്കോട് നിന്ന് തൃശ്ശൂർക്ക് പാസ് ചെയ്യുമ്പോൾ ആ വണ്ടിയൊക്കെ നോക്കേ ലോങ് ഡ്രൈവൊക്കെ പോകുന്നവർ ഉച്ചക്കൂണ് കഴിക്കാൻ ഇവിടെ ഈ സ്പോട്ടിൽ നിർത്താറുണ്ട്. ഇപ്പോൾ ടൈം 12 മണി 12:30 റേഞ്ച് ആയിട്ടുള്ള കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ തിരക്കില്ലാത്തത്. ഗൂഗിളിൽ വേണമെങ്കിൽ നല്ല റിവ്യൂ ഉണ്ടാവും ഇതിനാണ്. ഏകദേശം ഒരു 1 മണി 1:30 ആവുന്ന സമയത്ത് ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കനുണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രവാസി ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഇങ്ങനത്തെ ഫുഡാണ് നല്ലത്. ബിരിയാണിയും പിന്നെ നെയ്ച്ചോറും ഇന്ത്യ കഴിച്ച ആകെ ഒരു ഉറക്ക ഒരു മയക്കം വരില്ലേ. പക്ഷെ അത് കൂടുതൽ കഴിച്ചാൽ മയങ്ങും. പക്ഷെ നല്ല ചെറുതായിട്ട് ഒരു ഉന്മേഷം. നമ്മൾ ചായ കൂടി കുടിച്ചില്ലേ, അടിപൊളി.